ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ തിരിച്ച് ദുബൈയിലേക്ക് പോകുന്ന, അപ്പോൾ അതിൻ്റെ പെട്ടികെട്ടലും ബാക്കി വിശേഷങ്ങളും എല്ലാം ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ഇതാ എൻ്റെ ഏട്ടത്തിയും എൻ്റെ ആങ്ങളെല്ലാം കൂടിയിട്ട് പെട്ടിയെല്ലാം കെട്ടുന്നുണ്ട്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാർ റെഡിയാവാൻ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ വീടും ഉപ്പാൻ്റെ പെങ്ങളെ മോളെ വീടെല്ലാം അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ കുടുംബക്കാരുണ്ട്. ഉമ്മാൻ്റെ അനിയത്തി മക്കളെല്ലാം താമസിക്കാൻ വന്നിട്ട് അങ്ങനെ ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോയത് ഇപ്പം കണ്ടത്. അതായത് കുഞ്ഞിക്കാൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. കുഞ്ഞിക്കാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനാണ്. നമ്മൾ 3:30 ഇറങ്ങി. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന ബിരിയാണിയെല്ലാം വെച്ചിന് എൻ്റെ മാപ്പിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ട് ഓരോന്ന് ഫുഡെല്ലാം കഴിച്ച് പോയി. പക്ഷെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് ആ ടൈമിൽ വീഡിയോ എടുക്കാമെന്നുള്ള പ്ലാൻ വന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞിക്കാന്നാണ് വിളിക്കൽ. അങ്ങനെ 3:30 ഇറങ്ങി. പക്ഷെങ്കിൽ എരഞ്ഞോളി പാലം കഴിഞ്ഞ മുതൽ റോഡ് പണി ഇപ്പോൾ എല്ലാവരും നടക്കുന്നില്ലേ, അങ്ങനെ ബ്ലോക്കായി. പിന്നെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ലേറ്റായി വെച്ചാൽ പിന്നെ കുറേ ഷോർട്ട് കട്ടെല്ലാം എടുത്ത് ഒരു നമ്മൾ പോകുന്ന വഴിക്ക് എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ ചായ എല്ലാം കുടിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു പോയത്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. 7 മണിയായിക്ക് നമ്മൾ കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട്. കാരണം ഒരു 2 മണിക്കൂർ എന്തായാലും ഉണ്ടാവും കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലോക്കും കൂടി ആയ സമയത്ത് ഒരു 4 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. അങ്ങനെ കോഴിക്കോട് എത്തിയ സമയത്ത് 7 ആ സമയത്ത് ചായ ഒന്നും കുടിക്കാമെന്നുള്ള പ്ലാനും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം ക്യാൻസലാക്കി. പക്ഷേങ്കിൽ എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കല്ലുമുക്കായി ഉമ്മ എനിക്ക് ബാഗിൽ തന്നിക്ക്. അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ എയർപോർട്ടിലെത്തി. എന്നെ ഇത് എയർപോർട്ടിലേക്ക് ഉമ്മയും എല്ലാവരും ആക്കി തരുന്നുണ്ട്. ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എമിഗ്രേഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക ചെയ്യുന്നത്. എമിഗ്രേഷന് കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞേക്കും, ഒരുപാടൊന്നും ലേറ്റ് ആയിക്കില്ല. ഇമിനെ എയർപോർട്ട് കയറിയപാട് നല്ല കടച്ചിലേനു. ഉള്ളിലായ ടൈമിലാണ് ഒന്ന് ഓക്കെ ആയത്. ഞാൻ വിചാരിച്ചു ശരിക്കും ഇടങ്ങാറായിപ്പോന്ന് വിചാരിച്ച്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി, അവിടെ സമാധാനമായി. ഇതാ എമിഗ്രേഷനും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. അപ്പോഴത്തേക്കും നല്ല വിശപ്പായി. കാരണം ചായ കുടിക്കാനൊന്നും പറ്റിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് എമിനെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനും കല്ലുമുക്കായി കഴിച്ച്. വിശപ്പ് കൊണ്ട് ഉമ്മ തന്ന ഫുള്ള് കല്ലുമുക്കായി ഞാൻ കാലിയാക്കി. അങ്ങനെ വൈപ്സ് കൊണ്ട് ക്ലീനെല്ലാം ചെയ്ത് പിന്നെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ചെയ്തത്. 10:15 ഫ്ലൈറ്റ്. ബാക്കി അതിൻ്റെ ഉള്ളിൽ ഒരു 9:30 എല്ലാം ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യമെല്ലാം കഴിഞ്ഞ്. ബാക്കി കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കല്ലുമുക്കായി കഴിക്കലും ഫോണ് വിളിക്കലെല്ലാം നടന്ന്. അങ്ങനെ ഞാൻ പുരയിലെല്ലാം ഫോൺ വിളിച്ച് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റക്ക് മിന്നെയും കൊണ്ട് ദുബൈയിൽ പോകുന്നത്. ഇതുവരെ അങ്ങനെ ഒറ്റക്ക് അയക്കില്ല. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ വിചാരിച്ചത് അത്ര ഭയങ്കരമായിട്ടൊന്നും ഇടങ്ങാറായിക്കില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈന് നിൽക്കുക. അങ്ങനെ ഫ്ലൈറ്റിലെല്ലാം കയറി. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഇടങ്ങാറായി. എമ്മിന് ഉറങ്ങുന്നേ ഉണ്ടായിക്കില്ല. രാത്രിയത്തെ ഫ്ലൈറ്റിൽ എമ്മി പെട്ടെന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ പെട്ടെന്നൊന്നും ഉറങ്ങിക്കില്ല. കുറച്ച് ഇടങ്ങാറാക്കി. പിന്നെ ലൈറ്റെല്ലാം ഓഫായപ്പോൾ എമ്മിനെ അങ്ങ് ഉറക്കി. എന്നിട്ട് ഞാനും ഉറങ്ങി. അല്ലാണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ബോറടിക്കും. രാത്രിയായിട്ട് കുഴപ്പമില്ല, അങ്ങ് ഉറങ്ങിപ്പോയി. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചാനിയും ഇക്കാക്കയും വരുന്നാണ് പറഞ്ഞത്. ഇതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനപ്പോൾ ഇതുപോലെ നല്ല വ്യൂ കാണാൻ പറ്റും. അങ്ങനെ വീഡിയോ എടുത്തു വെച്ചതാണ്. ഇതിന് മുന്നേ ഇതുപോലെ എടുത്തു വെച്ചിരിക്കും. പക്ഷേ എടുത്തു വെച്ചാലും ഇത് പിന്നെയും ആ ലാൻഡ് ചെയ്യുന്നവരല്ലാതെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അങ്ങനെ ജസ്റ്റ് എടുത്തു വെച്ചതാണ്. ഇനി ഇതാ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ മെട്രോയിൽ ഒരു 2 മിനിറ്റ് അങ്ങനെയായിട്ടുണ്ടാവും. ഞാൻ ടെർമിനൽ 1 വന്നത്. അങ്ങനെ ഇതുപോലെ മെട്രോ കയറി ഇറങ്ങിയാൽ നമുക്ക് ബാക്കി ലഗേജും കാര്യങ്ങളും കിട്ടിയിട്ട് നമുക്ക് എക്സിറ്റ് വഴി ഇറങ്ങാൻ പറ്റും. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ പെട്ടി കാര്യമെല്ലാം വന്ന്. അങ്ങനെ പെട്ടി കിട്ടി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇച്ചാൻ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എമ്മിനെ ആദ്യം കണ്ടിട്ടില്ല ഇച്ചാനീനെ. പിന്നെ ഞാൻ കാണിച്ചു കൊടുത്ത സമയത്താണ് ഇച്ചാനീനെ കണ്ടത്. അങ്ങനെ ഒന്ന് ഇച്ചാനീൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇച്ചാനീനെ ഇഷ്ടം എന്നെക്കാളും കുറച്ചും കൂടിയും ഇച്ചാനീനെ കാര്യം ഉപ്പ മോന് തന്നെ പറയാം. അങ്ങനെ ലഗേജും കാര്യമെല്ലാം ഞാൻ കാറിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക്
ഇവിടെ ക്ലൈമറ്റ് കുറച്ച് വ്യത്യാസമായി. നാട്ടിൽ ഞാൻ വരുന്ന ടൈമിലേക്ക് മഴ സ്റ്റാർട്ട് ചെയ്തൊക്കെയായിരുന്നു. അടുത്ത മഴയെല്ലാം കണ്ടിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ചൂടല്ല, ഇവിടെ നല്ല ഹ്യൂമിഡിറ്റി കൂടുതലല്ലേ. രാത്രി കൊണ്ട് കുറച്ച് കുറവായിട്ട് തോന്നി എനിക്ക്. നല്ല രാത്രിയിലാണ് വന്നത്. ഇനിയിപ്പോൾ ഇതാ നേരെ റൂമിലേക്ക് പോകുന്ന. എയർപോർട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റിൻ്റെ ഓട്ടേ ഉള്ളൂ റൂമിലേക്ക്. അങ്ങനെ ഇതാ ഞാൻ റൂമിലെത്തി. കണ്ണാടി കണ്ടപ്പോൾ ജസ്റ്റ് എൻ്റെ ഔട്ട്ഫിറ്റെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ വരുന്ന ടൈമിൽ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിന്. അപ്പോഴത്തേക്ക് എമിനാർന്ന് പെട്ടി പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോയാണ്, പെട്ടെന്ന് എടുക്കാമെന്ന് വെച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.